വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ആകുലതകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, അമിതമായ ആകുലത ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചു തരുമ്പോൾ അങ്ങ് അവയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, കരുണ തോന്നണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മർക്കോസ് 7:20 മുതൽ 23 വരെ. യേശു തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിൻ്റെ അംശങ്ങളെ അങ്ങ് കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫിലിപ്പി 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ, ഞങ്ങളുടെ ആകുലതകളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും യാചകനകളെയും എല്ലാം ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സ്തുതിപ്പുകളോടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകുലതകളിൽ അങ്ങടപ്പെടണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.